യഹോവയേ താതവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവ എലോഹീം സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താൽ ഉളവായല്ല. യഹോവ എലോൻ അത്യുന്നതൻ നീ, നിന്നെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പുറപ്പാട് ദിവസം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ആസ്പദമാക്കിയാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മോശയെ ദൈവം മിസ്രൈമിലേക്ക് അയക്കുമ്പോൾ മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണം എന്ന് ദൈവത്തോട് ചോദിച്ചു. യഹോവ നൽകിയ മറുപടിയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. തുറന്നു പറഞ്ഞത്, ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവുമാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ദൈവം പറയുമ്പോൾ എന്തെല്ലാം വിഷയങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ചിന്തിക്കണം. യഹോവ അപ്രകാരം മോശയോട് പറയുമ്പോൾ ഏതെല്ലാം വിഷയങ്ങൾ അത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയില്ല. എന്നാൽ ദൈവമായിരുന്നവൻ മനുഷ്യരൂപമെടുത്ത് ദൈവമായി ഭൂമിയിൽ ജീവിച്ച നാളുകളിൽ യഹോവ അന്ന് മോശയോട് പറഞ്ഞ വിഷയത്തിൻ്റെ ചെറിയ ഭാഗം ചുരുളഴിച്ച് യേശു പറഞ്ഞു. അത് താഴെ പറയുന്ന വിഷയങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഏദൻ പർദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദമ്യ ദമ്പതികൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ വഴി തേടി നടക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് ഒരുവൻ പിതാവിങ്കിലേക്ക് ചെല്ലുവാനുള്ള വഴി. ഞാൻ തന്നെ സത്യം എന്ന് പറഞ്ഞത് അസത്യവാദിയായ സാത്താൻ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെയും അവൻ്റെ ഭാര്യയെയും വ്യാജം പറഞ്ഞ് വഞ്ചിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. അതിന് മറുപടിയായി യേശു പറയുന്നു, ഞാൻ തന്നെ സത്യമാകുന്നുവെന്ന്. അടുത്തതായി യേശു പറഞ്ഞത്, ഞാൻ തന്നെ ജീവനാണ്. പാപം ചെയ്ത് ആത്മീയ മരണം സംഭവിച്ച ആദാമിനും അവൻ്റെ സന്തതികൾക്കും നിത്യജീവനായിട്ട് യേശു ഭൂമിയിൽ ജാതനായി. പിന്നത്തേതിൽ യേശു പറഞ്ഞ ഓരോ വിഷയങ്ങളും എടുത്ത് വിശകലനം ചെയ്യുന്നില്ല. എന്നാൽ ഞാൻ ആകുന്നവൻ എന്തെല്ലാമായി ഭൂമിയിൽ വെളിപ്പെട്ടുവെന്ന് ചില കാര്യങ്ങൾ കൂടി ഓർപ്പിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. യേശു പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ യേശു പറഞ്ഞ യേശുവിൻ്റെ അടുക്കലാണ് സാത്താൻ ചെന്ന് കല്ലിനോട് അപ്പമാകുവാൻ ആവശ്യപ്പെട്ടത്. യോഹന്നാൻ 8:12 യേശു പറഞ്ഞ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യോഹന്നാൻ 10:7 യേശു പറഞ്ഞ ഞാൻ ആടുകളുടെ വാതിലാകുന്നു. യോഹന്നാൻ 11:25 ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യോഹന്നാൻ 10:11 ഞാൻ നല്ലിടയനാകുന്നു. വെളിപ്പാട് 1:17 ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. വെളിപ്പാട് 11:8 ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു. ഇങ്ങനെ മോശയോട് പറഞ്ഞ വാക്കുകൾക്ക് ഒരു പൂർത്തീകരണം നൽകി യേശു ആരാണെന്ന് വെളിപ്പെടുത്തി. മാത്രമല്ല യഹോവയുടെ മറ്റു നാമങ്ങൾ നമുക്ക് ഓരോ നിമിഷവും ആശ്വാസവും ആണ്. എലോഹീം, അതായത് സർവശക്തനായ ദൈവം. യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളും. യഹോവ റാഫ, സൗഖ്യമാക്കുന്ന യഹോവ. യഹോവ നിസി, യഹോവ നമ്മുടെ കൊടി. യഹോവ
മെക്കഡേഷ്, യഹോവ ശുദ്ധീകരിക്കുന്നവൻ. യഹോവ ശാലോം, യഹോവ സമാധാനം. യഹോവ സിദ്ദിഖൻ, യഹോവ നമ്മുടെ നീതി. യഹോവ റോഹി, യഹോവ നമ്മുടെ ഇടയൻ. യഹോവ ഷമ്മ, യഹോവ അവിടെ. യഹോവ സെബായോത്ത്, സൈന്യങ്ങളുടെ യഹോവ. യഹോവ ഹോസിനോ, യഹോവ നമ്മുടെ സൃഷ്ടാവ്. യഹോവ എലോഹി, ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ. യഹോവ എലോഹായി, യഹോവ എൻ്റെ ദൈവം. യഹോവ എലോഹേക്ക, യഹോവ നിൻ്റെ ദൈവം. യഹോവ എലോഹേനും, യഹോവ നമ്മുടെ ദൈവം. ഇങ്ങനെ വിവിധ രീതിയിൽ ദൈവത്തിൻ്റെ പേരുകൾ അതത് സമയങ്ങളിൽ എടുത്തുപയോഗിക്കത്തക്ക രീതിയിൽ ദൈവം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദൈവം പറഞ്ഞത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. പ്രിയ ശ്രോതാക്കളെ, യഹോവയുടെ നാമങ്ങൾ നിരവധിയാകുന്നു. അതൊക്കെ എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഒറ്റ ചോദ്യം ചോദിച്ച ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളിച്ചെയ്തവൻ നിങ്ങളുടെ ജീവിതത്തിൽ ആരാകുന്നുവെന്ന് ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ രോഗിയെങ്കിൽ യഹോവ സൗഖ്യദാതാവാണ്. നിങ്ങൾ അസമാധാനത്തിലാണെങ്കിൽ യഹോവ സമാധാന പ്രഭുവാണ്. നിങ്ങൾ ബലമില്ല എങ്കിൽ യഹോവ ദൈവം സർവശക്തനാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിലും അടുത്തു വന്ന് സഹായിപ്പാൻ തക്കതായുള്ള നാമമുള്ള ഈ ദൈവത്തെ ജീവിതത്തിൽ ഏറ്റെടുത്ത് സമാധാനത്തോടെ ജീവിപ്പാൻ ദൈവമായ യഹോവ ഏവരെയും നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിൽക്കുന്ന ദൈവമായ കർത്താവ് നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.